ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻകുട്ടു. ലോട്ടറി ടിക്കറ്റിനെ പറ്റി ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഇതുവരെ ലോട്ടറി ടിക്കറ്റ് ഇന്ന ആൾക്കാർക്ക് അടിക്കുമോ, ഇന്ന നക്ഷത്രക്കാർക്ക് അടിക്കുമോ എന്നുള്ള വീഡിയോ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല, വീഡിയോ എടുത്തിട്ടുമില്ല, അപ്ലോഡ് ചെയ്തിട്ടുമില്ല. ആദ്യമായിട്ടാണ് ഒരു വീഡിയോ എടുക്കുന്നത്. ലോട്ടറി ടിക്കറ്റിനെ പറ്റി, അതായത് ഓണം ബമ്പറാണ് ഞാൻ പറയുന്നത്. ഓണം ബമ്പർ എന്ന് പറയുന്ന സമയത്ത് 25 കോടിയാണ് ഒന്നാം സമ്മാനമായിട്ട് നൽകുന്നത്. 25 കോടി പറയുമ്പോൾ ഒരു നല്ല തുക തന്നെയാണ്. അതിൻ്റെ ഏകദേശം കിഴിവും മറ്റുള്ള കാര്യങ്ങളെല്ലാം കഴിച്ചിട്ട് ഏകദേശം തന്നെ പറയുകയാണെങ്കിൽ അതിൻ്റെ 60% നമ്മുടെ കയ്യിലേക്ക് വരും എന്ന് തന്നെ പറയാം. അപ്പോൾ ഏകദേശം ഒരു 12 കോടിയോളം വരാനുള്ള സാധ്യതയുണ്ട്. അത് ഒരാൾക്ക് സാധാരണക്കാർക്കെല്ലാം കിട്ടുകയാണെങ്കിൽ, സാധാരണക്കാരെന്ന് പറയുമ്പോൾ സാധാരണക്കാർക്ക് കിട്ടുകയാണെങ്കിൽ അതൊരു നിധിയായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. നിധി എന്ന് പറയുമ്പോൾ അന്ന് കാലത്തായാലും ഇന്ന് കാലത്താണെങ്കിലും ഭൂമിൻ്റെ അടിയിൽ പണ്ട് കാലത്തെല്ലാം കിണർ കുഴിക്കുന്ന സമയത്താണ് നിധി കിട്ടാറുള്ളത്. കിണർ അന്നേക്ക് വെള്ളത്തിന് വേണ്ടി അത്യാവശ്യമായിരുന്നു. അപ്പോൾ കിണർ കുഴിക്കുകയോ അതുപോലെ എന്തെങ്കിലും കുഴികൾ കുഴിക്കുകയോ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളുമാരുള്ള കുളങ്ങൾ കുഴിക്കുമ്പോഴോ എന്നീ സമയത്താണ് നിധി കിട്ടാറുള്ളത്. ആ നിധി കിട്ടുന്നത് അപ്രതീക്ഷിതപരമായിട്ടുള്ള ഭാഗ്യകടാക്ഷത്തിന് ഉടമസ്ഥനാക്കും ആ ഭൂമി ഉടമയെ, അല്ലെങ്കിൽ അത് കണ്ടെത്തുന്ന ആളെ, അല്ലെങ്കിൽ അത് കിട്ടുന്ന ആളെ എന്ന് പറയുന്നത്. അതുപോലെയാണ് ഇവിടെ ബമ്പർ ലോട്ടറി അടിക്കുന്ന ഒരാൾക്ക് 12 കോടി, അതായത് 25 കോടി ബമ്പർ അടിച്ചാൽ 12 കോടി കൈ കിട്ടുകയാണെങ്കിൽ അതൊരു നിധിയാണ്. അതൊരിക്കലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ട ഒരു നിധിയായിട്ട് കണക്കാക്കാം. അങ്ങനെ നറുക്കെടുക്കുന്ന ഒരു ബമ്പർ ലോട്ടറി സെപ്റ്റംബർ 27, 2025 സെപ്റ്റംബർ 27 തീയതി അതിൻ്റെ നറുക്കെടുപ്പ് സെപ്റ്റംബർ 27 ഒരു ശനിയാഴ്ച ദിവസമായിട്ടാണ് എടുക്കുന്നത്. ശനിയാഴ്ച ദിവസം ഒരു അനിഴ നക്ഷത്രത്തിലാണ് നറുക്കെടുപ്പ് വരുന്നത്. ശുക്ലപക്ഷ ഷഷ്ടി, അതായത് വെളുത്ത പക്ഷത്തിലത്തെ 6ാമത്തെ ദിവസമാണ് സെപ്റ്റംബർ 27 ശനിയാഴ്ച ദിവസമാണ് നറുക്കെടുപ്പ്. ആ നറുക്കെടുക്കുന്ന സമയത്ത് ഏകദേശം 2 മണിക്കായിരിക്കും മിക്കവാറും നറുക്കെടുപ്പ് നടക്കുക എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അറിയുന്ന സമയത്തും, അതായത് മുഹൂർത്തം അല്ലെങ്കിൽ എന്ന് പറയാം, നമ്മൾ കേൾക്കുന്ന സമയത്തും അറിയുന്ന സമയത്തുമാണ് നമ്മളുടെ അനുഭവം എന്ന് പറയുന്നത്. ലോട്ടറി ഭാഗ്യം, ലോട്ടറി അടിച്ചു എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന സമയം അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന സമയം. ഇപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്ക് നറുക്കെടുക്കുന്ന ഇത് ഏകദേശം 3 മണിക്കോ 3:30 അവസാനിക്കുകയായിരിക്കും. കാരണം എന്താ പറഞ്ഞാൽ ഇതിൽ കുറേ പ്രൈസുകളുണ്ട്. അതായത് ഒന്നാം സമ്മാനമായിട്ട് 25 കോടിയും 2ാം സമ്മാനമായിട്ട് 1 കോടി വീതം 20 പേർക്കും, 3ാം സമ്മാനമായിട്ട് 50 ലക്ഷം വീതം 20 പേർക്കും, 5ാം സമ്മാനമായിട്ട് 4ാം സമ്മാനമായിട്ട് 5 ലക്ഷം വീതം 10 പേർക്കും, 5ാം സമ്മാനമായിട്ട് 2 ലക്ഷം വീതം 10 പേർക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ ലക്ഷങ്ങളുടെ ആണ് ഉള്ളത്. അപ്പോൾ ലക്ഷങ്ങൾ കിട്ടുന്നതും ഒരു ഭാഗ്യമായിട്ട് കണക്കാകാം. സാധാരണക്കാർക്ക് ഇപ്പോൾ 2 ലക്ഷം കിട്ടിക്കഴിഞ്ഞ് പറഞ്ഞാൽ 1.5 ലക്ഷം 1.25 ലക്ഷമൊക്കെ കിട്ടുകയുള്ളൂ. അതൊരു വഴിത്തിരിവാണെന്ന് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും ചിലവർ കോടി എടുക്കുന്നവർ എന്തായാലും വലിയ പ്രൈസിനെ പ്രതീക്ഷിച്ചായിരിക്കുന്നു. ഒരു 5000 കിട്ടാൻ വേണ്ടി ആരും കോടി എടുക്കാറില്ല. അതിന് സാധാരണ ലോട്ടറി എടുത്താൽ പോരെ എന്ന് ചിന്തിക്കും. പക്ഷേ ഇവിടെ കോടി അടിക്കുന്നതിൻ്റെ കാര്യമാണ് പറയുന്നത്. കോടി അടിക്കാന്ന് വെച്ച് പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ 1 കോടി അടിക്കണം, അല്ലെങ്കിൽ ഫസ്റ്റ് പ്രൈസായിട്ട് 25 കോടി അടിക്കണം, അല്ലെങ്കിൽ 50 ലക്ഷം അടിക്കണം. ചുരുങ്ങിയത് 10 ലക്ഷമെങ്കിലും അടിച്ചാൽ, അല്ലെങ്കിൽ 5 ലക്ഷമെങ്കിലും അടിച്ചാൽ കുറച്ചെങ്കിലും സമ്മാനത്തുക എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള നറുക്കെടുപ്പിൽ വിജയിക്കുന്ന ഏകദേശം 20, 40, 10, 51 ആളുകൾക്ക് ഏകദേശം നല്ലൊരു തുക കിട്ടുവാനുള്ള സാധ്യത. 51 ഭാഗ്യശാലികളെ അന്നേക്ക് ഈ നറുക്കെടുപ്പിലൂടെ കേരള ഗവൺമെൻറ് ബമ്പർ ഇറക്കുന്നതും അന്നേക്ക് നറുക്കെടുക്കുന്നതും. അപ്പോൾ ആ സമയത്ത് ആർക്കെല്ലാം ഭാഗ്യം ഉദിച്ചു വരുന്ന നക്ഷത്രക്കാരുണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ചോതി നക്ഷത്രക്കാർക്കാണെങ്കിൽ ഭാഗ്യമുണ്ടോ എന്ന് ചോദിച്ചു പറഞ്ഞാൽ ചോതി നക്ഷത്രം തുലാക്കൂറിൽ പെട്ടതാണ്. അവർക്കിപ്പോൾ ചാരവശാൽ ശനിയും അതുപോലെ തന്നെ വ്യാഴവും അനുകൂലമാണ്. അതുപോലെ തന്നെയാണ് സൂര്യചാരവശാലും അനുകൂലമാണ്. അതുകൂടെ വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളതും അനുകൂലപരമായിട്ടുള്ള സമയം തന്നെയാണ് പറയുന്നത്.
അപ്പോൾ അവരുടെ ദശാകാലങ്ങളിൽ എങ്ങനെയുള്ള സമയമാണ് എന്നുള്ളത് കൂടി നോക്കണം. അതായത് ജാതകവശാൽ അവരുടെ ദശാകാലം, അവർ ജനിക്കുന്നത് തന്നെ രാഹു ദശയിലാണ് ജനിക്കുന്നത്. ചോദ്യ നക്ഷത്രക്കാർ ജനിക്കുന്നത് രാഹു ദശയിലാണ് കിട്ടണമെന്നില്ല. അത് ജനിക്കുന്ന സമയത്തിന് അടിസ്ഥാനപരമായിട്ട് അതിന് ഗർഭശിഷ്ടം എന്നാണ് ജ്യോതിഷത്തിൽ അറിയപ്പെടുന്നത്. ഗർഭശിഷ്ടം പറഞ്ഞാൽ എത്രത്തോളം ആ ദശാകാലം കിട്ടി. 18 കൊല്ലമാണ്. രാഹുദശ 18 കൊല്ലമാണ്. രാഹുദശ 18 കൊല്ലം മുഴുവനായിട്ട് കിട്ടിയോ, അതോ 10 കൊല്ലം കിട്ടിയോ, 5 കൊല്ലം കിട്ടിയോ എന്നുള്ളതെല്ലാം ഗർഭശിഷ്ടം കൊണ്ട് ഗണിച്ച് കണക്കാക്കുന്നതാണ്. അത് അറിയണമെങ്കിൽ നമ്മൾ ജാതകം തന്നെ പരിശോധിക്കണം. നമ്മൾക്ക് ഏകദേശം അതിൻ്റെ പകുതി കണക്കാക്കാം, 8 കൊല്ലം കണക്കാക്കാം. കിട്ടിയതാണെങ്കിൽ അടുത്ത ദശ, രാഹുർ കഴിഞ്ഞു പറഞ്ഞാൽ അവരുടെ അടുത്ത ദശ വ്യാഴമാണ്. 24 വയസ്സ് വരയ്ക്കും വ്യാഴദശാകാലമാണ്. അപ്പോൾ ഒരു ലോട്ടറി ടിക്കറ്റ് എല്ലാം എടുക്കണമെങ്കിൽ ഒരു 18 വയസ്സിന് മേലെയുള്ളോ 16 വയസ്സിന് മേലെയുള്ളോ യുവജനങ്ങളായിരിക്കും, അല്ലെങ്കിൽ കൗമാരപ്രായത്തിലുള്ളവരായിരിക്കും എടുക്കുന്നവർ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വ്യാഴദശാകാലം ധനത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയൊക്കെ കാരകത്വമുള്ള ഒരു വ്യാഴദശയാണ് ഉള്ളത്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഈ വ്യാഴദശാകാലത്തിൽ അനുകൂല സമയത്തിൽ ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യമുണ്ട്. പക്ഷെ ആ വ്യാഴദശാകാലം 2ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴനോ 9ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴനോ 11ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴനോ ആയിരിക്കണം. ആ വ്യാഴം ആ ഭാവത്തിൽ നിന്നാൽ മാത്രം പോരാ, ത്രികോണ സ്ഥലത്ത് നിന്നാലും മതി, 5ാം ഭാവത്തിൽ നിന്നാലും മതി. പക്ഷെ ആ ഭാവത്തിൽ നിന്നാൽ മാത്രം പരം ആ ഭാവം സ്വക്ഷേത്രമോ ഉച്ചക്ഷേത്രമോ മൂലക്ഷേത്രമോ ആയിരിക്കണം എന്നുള്ളത് പറയുന്നത്. അങ്ങനെയാണെങ്കിലേ ഈ ലോട്ടറി ഭാഗ്യം അടിക്കാനുള്ള സാധ്യതയുള്ളൂ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ബന്ധുക്ഷേത്രമായിരിക്കണം. ബന്ധുക്ഷേത്രത്തിലാണെങ്കിലും അടിക്കും. ബന്ധുക്ഷേത്രത്തിൽ 11ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനം നിൽക്കുന്ന വ്യാഴദശാകാലങ്ങളിൽ അപകാരനാഥങ്ങാനും കൂടി നന്നതായിട്ട് വരികയാണെങ്കിൽ വ്യാഴത്തിൻ്റെ ബന്ധുമിത്രാദികളായിട്ടുള്ള അപകാരനാഥന്മാർ, സൂര്യൻ ബന്ധുവാണ്, ചൊവ്വ ബന്ധുവാണ്, അങ്ങനെയുള്ള അപകാരനാഥന്മാരും അനുകൂല സ്ഥാനത്തിൽ ലാഭസ്ഥാനമായിട്ടുള്ള 11ാം ഭാവം അടിക്കാനുള്ള സാധ്യതയുള്ളൂ. അതുപോലെ ചന്ദ്രൻ ബന്ധുവാണ് വ്യാഴത്തിൻ്റെ, അതിലും അടിക്കാനുള്ള സാധ്യതയുണ്ട്. വ്യാഴത്തിൽ സ്വോപകാരത്തിലും അടിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞിരിക്കുന്ന മാതിരി 11ാം ഭാവത്തിൽ ഏകാദശ ലാഭസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം ഉച്ചസ്ഥനായിട്ടുള്ള ഇതൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും ലോട്ടറി ഭാഗ്യം ശ്രദ്ധിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. ഇനിയിപ്പോൾ 24 വയസ്സ് കഴിഞ്ഞവർക്കാണെങ്കിലോ എന്ന് പറയുകയാണെങ്കിൽ 24 വയസ്സിന് ശേഷം വരുന്നത് ശനിദശാകാലമാണ്. ഇവർക്ക് ചോദ്യ നക്ഷത്രക്കാർക്ക് ശനിദശാകാലമാണ്. ശനിദശ എന്ന് പറയുമ്പോൾ 19 വർഷമാണ്. 24 10 34 10 44 ഒന്നും പോയാൽ 43 വയസ്സ് വരയ്ക്കും ശനിദശാകാലമാണ്. ശനി 3, 6, 11 ഭാവങ്ങളിൽ നിൽക്കുന്ന സമയത്തായിരിക്കും കൂടുതലും ഈ ഭാഗ്യപരീക്ഷണം അല്ലെങ്കിൽ നിധി കിട്ടുവാനുള്ള യോഗം, ലോട്ടറി ഭാഗ്യം ഉണ്ടാവുന്നത് എന്ന് തീർച്ചയായിട്ടും പറയാം. അത് ആ ശനിയിൽ ബന്ധുഗ്രഹമായിട്ടുള്ള ബുധൻ്റെയോ ശുക്രൻ്റെയോ അപകാരകാലത്തിൽ, ശുക്രൻ 11ാം ഭാവത്തിലോ സ്വക്ഷേത്രത്തിലോ ഉച്ചക്ഷേത്രത്തിലോ മൂലക്ഷേത്രത്തിലോ നിൽക്കുകയും അങ്ങനെയുള്ള സമയത്ത് പഠിക്കാം. ഭാഗ്യക്ഷേത്രത്തിൽ നിൽക്കുന്ന അപകാരകാലത്തിലാണ് നടിക്കുക ലോട്ടറി ഭാഗ്യം ഉണ്ടാവാം. അതുപോലെ തന്നെ 2ാം ധനസ്ഥാനമായിട്ടുള്ള ധനസ്ഥാനത്ത് നിൽക്കുന്ന അപകാരത്തുണ്ടാവാം. പക്ഷെ അതെല്ലാം ബലവാനായിട്ടുള്ള ക്ഷേത്രമായിരിക്കണം. ബന്ധുക്ഷേത്രമോ മൂലക്ഷേത്രമോ സ്വക്ഷേത്രമോ ഉച്ചക്ഷേത്രമായിട്ടുള്ള ക്ഷേത്രങ്ങൾ ദശാനാഥന്മാർ എങ്ങനെയുണ്ടോ ഉണ്ടാവുമോ അതേപോലെ തന്നെ അപകാരനാഥന്മാർ ബലവാനായിട്ടുണ്ടെങ്കിൽ ഈ ദശാകാലം ശരിക്കും അനുഭവിച്ച ഇതും എല്ലാം ചാരവസാനം കൂടി ഒത്തുചേരുന്ന സമയത്താണ് മഹാഭാഗ്യം സിദ്ധിക്കുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെ ഉള്ള ഒരു ജോയിന്റുകൾ ചേർത്തിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചോദ്യ നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും അടുപ്പിക്കാനുള്ള യോഗമുണ്ട്. ഞാൻ പറഞ്ഞിരിക്കുന്നത് രാഹുദശ 8 കൊല്ലം കണക്കാക്കിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. രാഹുദശ 8, 16 കൊല്ലം, വ്യാഴം 24, ശനിദശ 24, 34, 40, 43. ഇനി ശനിദശ കഴിഞ്ഞാൽ ബുധനാണ്. 43, 10, 53, 60 വയസ്സ് വരെയും ബുധദശാകാലത്തിൽ തീർച്ചയായിട്ടും ലോട്ടറി ഭാഗ്യം ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. 11ാം ഭാവത്തിൽ ഉച്ചക്ഷേത്രം നിൽക്കുന്ന ബുധനാണെങ്കിൽ തീർച്ചയായിട്ടും ലോട്ടറി ഭാഗ്യം സിദ്ധിക്കും. ഭാഗ്യക്ഷേത്രത്തിൽ സ്വക്ഷേത്രത്തിലോ മൂലക്ഷേത്രത്തിലോ ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും ഉണ്ടാവും. ഇനിയിപ്പോൾ ധനസ്ഥാനത്തിലാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിൽ തന്നെ ബുധനിൽ ശുക്രൻ്റെയോ ശനിയുടെയോ അപകാര കാലങ്ങളിലാണ്, ബന്ധുമിത്രാദികളുടെ അപകാര കാലങ്ങളിലാണെങ്കിലും
ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യമുണ്ട്. പക്ഷെ അപഹാരനാഥന്മാർ ഇതേപോലെ ഭാഗ്യസ്ഥാനമായിട്ടുള്ളതോ ലാഭസ്ഥാനമായിട്ടുള്ളതോ അതുപോലെ ധനസ്ഥാനമായിട്ടുള്ള ക്ഷേത്രത്തിൽ നിൽക്കുകയാണ്. ബലവാനായിരിക്കും വേണം. ബലവാൻ പറഞ്ഞാൽ അവരുടെ ഉച്ചക്ഷേത്രം, സ്വക്ഷേത്രം, മൂലക്ഷേത്രം എന്നിവയാണ് ബലവാനായിട്ടുള്ള ക്ഷേത്രം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ നിൽക്കുന്ന ദശാകാലങ്ങൾ അപഹാരം കാലങ്ങളും ഒത്തുവരികയും ചാരവാസാലുള്ള വ്യാഴവും ശനി അനുകൂലപരമായി വരികയും ചെയ്യുന്ന സമയത്താണ് ഈ ലോട്ടറി ഭാഗ്യസിദ്ധിക്ക് എന്ന് പറഞ്ഞത്. എല്ലാം കൂടി ചേർത്ത് വെച്ച് പറയണം, എന്നാലേ അത് പൊസിഷൻ കറക്റ്റ് ആവുകയുള്ളൂ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ പറഞ്ഞ് വിട്ട് കഴിഞ്ഞു പറഞ്ഞാൽ അയാൾ പറഞ്ഞത് പൊള്ളത്തരവും മാത്രമാണെന്ന് പറയും. ചില ജാതകങ്ങൾ വർക്ക് ചെയ്യാതെ ഇരിക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ ആണെങ്കിലും വർക്ക് ചെയ്യാതെ ചില കുറേ ജാതകങ്ങൾ നിൽക്കുന്നുണ്ടാവും. വർക്ക് ചെയ്യാൻ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു ഘടികാരം അവിടെ നിൽക്കുന്നുണ്ട്, അത് ഓടുന്നില്ല. ഘടികാരം കൊണ്ട് വേണ്ടെന്നല്ല, ഓടണ്ടേ. അതേപോലെ ജാതകം വർക്ക് ചെയ്യാണ്ടിരിക്കണ്ടോ? വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ അതിന് എന്തെങ്കിലും ദോഷം, നമ്മൾക്ക് എന്തെങ്കിലും ദോഷങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജാതക വശാൽ ചിലപ്പോൾ അനുഭവത്തിൽ വന്നില്ല എന്ന് പറയും. അതൊക്കെ പ്രശ്നങ്ങൾ വെച്ച് നോക്കി അതിനെ ബന്ധവസ്ഥമാക്കി ആ നല്ല കാലത്തിനെ ഓടിപ്പിക്കാൻ നോക്കണം. ഒരു തുരുമ്പ് പൊടിച്ച ഒരു ക്ലോക്കാണെങ്കിൽ നമ്മളത് നേരാക്കില്ല, നേരെ മേടിക്കാനേ നോക്കുകയുള്ളൂ. അതേസമയം യാതൊരു കുഴപ്പമില്ലാതെ ഇരിക്കുന്ന നല്ല സ്വഭാവത്തിലിരിക്കുന്ന ഒരു ഘടികാരമാണെങ്കിൽ അതിനെ റിപ്പയർ ചെയ്ത് നമ്മൾ ശരിയാക്കി ഓടിക്കാൻ നിൽക്കും. അതുപോലെ തന്നെ നമ്മുടെ ജാതകം നല്ല പൊസിഷനിലിരിക്കുകയാണെങ്കിൽ ആ ദശാകാലത്തിനെ ക്ലിയറാക്കി എടുത്തു കഴിഞ്ഞ് പറഞ്ഞാൽ അത് വർക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയും കൂടി പ്രശ്നങ്ങൾ വെച്ച് നോക്കണം. അതെല്ലാം ഒരു നല്ലൊരു ജോത്സ്യനെ കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള പറയുന്നത്. അപ്പോൾ ചോദ്യ നക്ഷത്രക്കാർക്കും ഭാഗ്യസിദ്ധി ഉണ്ട്, ഈ ഓണം ബമ്പർ അടിക്കാനുള്ള ഭാഗ്യസിദ്ധി ഉണ്ട് എന്നാണ് പറയുന്നത്. അഥവാ ഇനി ഇവർക്ക് എൻ്റെ ഭാഗ്യ നമ്പർ ഏതാണ് എന്ന് ചോദിച്ചു വരുവാനുള്ള സാധ്യതയുണ്ട്. ഭാഗ്യ നമ്പർ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിലിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പലവിധ വീഡിയോകളിൽ. അപ്പോൾ ഭാഗ്യ നമ്പർ ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഭാഗ്യ നമ്പർ ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം ഭാഗ്യ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം കണ്ടുപിടിക്കേണ്ട രീതിയും അല്ലാത്ത പക്ഷം ഓരോ രാശികളെ കൊണ്ടുള്ള ഭാഗ്യ നമ്പറുകളും ഓരോ നക്ഷത്രക്കാരെ കൊണ്ടുള്ള ഭാഗ്യ നമ്പർ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഏകദേശം 24 മിനിറ്റ് ദീർഘമുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഓരോന്നും പിരിച്ച് പറഞ്ഞിട്ടില്ല. കാരണം വെച്ചാൽ ഈ ഒരുമിച്ചിടുന്ന കാരണം കൊണ്ട് എല്ലാവർക്കും കൺഫ്യൂഷനാണ്. അതിന് പിരിച്ച് ഞാൻ ഒന്നുകൂടി ഭാഗ്യ നമ്പർ ഇടാനുള്ള തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നത്. ഓരോരോ നക്ഷത്രക്കാർക്കും വ്യക്തമായിട്ട് പറഞ്ഞാലേ മനസ്സിലാവുകയുള്ളൂ എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ രാഹുവിന്റെ അപകാരകാലം അല്ലെങ്കിൽ വ്യാഴത്തിന്റെ അപകാരകാലം, ശുക്രന്റെ അപകാരകാലം പറഞ്ഞിട്ട് അവരുടെ കൊളാപ്രശ്നാക്കി വെച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം ചിലവർക്ക് ഇങ്ങനെ പറയുമ്പോൾ എന്താ പറയുന്നതെന്ന് അറിയില്ല. അങ്ങനെ പറയാത്ത പക്ഷം ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും വിളിച്ചു ചോദിക്കാം. ജാതകം പരിശോധിക്കുന്നതിന് യാതൊരു ഫീസും ഇല്ല. പ്രശ്നം വെച്ച് നോക്കുന്നതിന് മാത്രം ഞാൻ ഫീസ് വാങ്ങിക്കുകയുള്ളൂ. ജാതകം നോക്കുന്നതിന് ഫീസ് വാങ്ങിക്കാറില്ല. പറഞ്ഞു കൊടുക്കുന്നതിന് യാതൊരു ഇതുമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് വിളിച്ച് ദശാകാലം പരിശോധിക്കാം. നമസ്കാരം.